നമസ്കാരം. കുപ്രസിദ്ധമായ ഒരു ഉദാഹരണം മുൻ മുഖ്യമന്ത്രി അന്തരിച്ച ശ്രീ ഇ.കെ. നായനാർ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. സേൽക്കംപ്രി ആരംഭിക്കുന്നു. ശ്രീ നായനാരുടെ കാലത്തുൾപ്പെടെയുള്ള ഒരു വാദം, തമിഴ്നാട്ടിൽ പലപ്പോഴും വൈദ്യുതി പവർ കട്ട് ഏർപ്പെടുത്താറുണ്ട്, കുറെ അധികം മണിക്കൂറുകൾ. അപ്പൊ ഇവിടെ ഇരിക്കുന്ന ആളുകൾ, അത് എല്ലാ മുന്നണിയും UDF ആയാലും LDF ആയാലും പല ഘട്ടങ്ങളിലും അവർ പറഞ്ഞത് തമിഴ്നാട്ടിൽ 12 മണിക്കൂർ 16 മണിക്കൂർ പവർ കട്ടാണ്, കേരളത്തിൽ പവർ കട്ട് അരമണിക്കൂർ. അപ്പൊ നമ്മൾ തമിഴ്നാടിനേക്കാൾ മെച്ചപ്പെട്ട സംസ്ഥാനമാണ്, അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ വൈദ്യുതി മുടങ്ങാതെ കൊടുക്കാൻ പറ്റുന്നത്. അപൂർവമായിട്ട് ഒരു അരമണിക്കൂർ ലോഡ് ഷെഡിങ് പവർ കട്ടൊക്കെ വരുന്നത്. സത്യം എന്താണ്? തമിഴ്നാടിന് വ്യവസായങ്ങൾക്ക് വൈദ്യുതി കൊടുത്തു പറ്റാത്തത് കൊണ്ട് ആണ് അവര് ഹൗസ് ഹോൾഡ് വീട്ടുകാരെ ഇങ്ങനെ 10 മണിക്കൂറും 12 മണി ആ ഒരു കാലം ഉണ്ടായിരുന്നു. അതിപ്പോ പവർ പ്ലാന്റുകൾ വന്നതോടുകൂടി, കൂടംകുളം വന്നതോടുകൂടിയൊക്കെ അവരത് പരിഹരിച്ചു. അപ്പോൾ നമ്മൾ അതിനെ ഈ പറയാറുണ്ടല്ലോ, ഗ്ലാസ് തിയറി, ഒരു വിഷയത്തിന്റെ സത്യാവസ്ഥ പറയാതെ മറുവശം പറയുക. തമിഴ്നാട്ടിൽ ഭീകരമായ വൈദ്യുതി, നമുക്കിവിടെ വ്യവസായങ്ങളും ഇല്ല, ഒന്നുമില്ല. അതുകൊണ്ട് ഉള്ള ഹൈഡ്രോ പവർ പ്രൊജക്ടുകളിൽ നിന്നൊക്കെ കിട്ടുന്നത് നാട്ടുകാർക്ക് കൊടുത്ത് ഊറ്റിപ്പിഴിഞ്ഞെടുക്കുകയാണ് KEB. അതാണ് ഈ വ്യത്യാസം. ഇത് പറയാൻ കാരണം, നമുക്ക് ഈ ലോകത്തിലെ കാര്യങ്ങൾ പലതും പുതുമയുള്ളതായി വരുമ്പോൾ, അപൂർവമായി മാത്രം സംഭവിക്കുമ്പോൾ നമ്മൾ അതിനെ വല്ലാതെ പൊലിപ്പിച്ച് അത് മാരകമായ പ്രഹരം സമൂഹത്തിന് ഏൽപ്പിച്ചിരിക്കുകയാണ് എന്നൊക്കെ പറയാൻ ശ്രമിക്കാറുണ്ട്. അതിനിടയ്ക്ക് ഇനി നായനാരുടെ ഉദാഹരണം പറയാതെ പോകണ്ട, തുടക്കത്തിൽ പറഞ്ഞിട്ട് പിന്നെ മറന്നുപോയാൽ ബുദ്ധിമുട്ട്. അദ്ദേഹം പറഞ്ഞത് കേരളത്തിൽ ഒരു ബലാത്സംഗം നടന്നു. ഇത് അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ഒരു ബലാത്സംഗം എവിടെയോ നടക്കുകയും വലിയ വിവാദമാകുകയും ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞ അമേരിക്കയിൽ ഇത് ചായ കുടിക്കുന്ന പോലെയാണ്. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല, നമ്മുടെ വിഷയത്തിലോട്ട് വരാം. ഇവിടെ ഒരു കപ്പൽ, around 4,000 sheep and goats died after a live export vessel caught fire and sank off the coast of Oman while traveling from Somalia to the UAE. ഒരു കപ്പൽ മുങ്ങി. നമ്മുടെ ഇവിടെ എങ്ങാനുമാണ് ഇത് മുങ്ങിയിരുന്നതെങ്കിൽ എന്താണ്, 4000 ഷീപ്പ് ആൻഡ് ഗോഡ്സ്, ആടുവർഗത്തിൽപ്പെടുന്നവരാണ്, 4000 എണ്ണം കടലിൽ മുങ്ങിത്താണു. അപ്പൊ എന്ത് സംഭവിക്കും? അതെല്ലാം ചത്ത് പൊങ്ങി നമ്മുടെ തീരത്തടിയുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ പ്രകൃതി സ്നേഹികൾ, സോക്കോൾഡ് ഞങ്ങളും പ്രകൃതി സ്നേഹികൾ തന്നെയാണ്, ഞങ്ങളെ പോലെ പ്രകൃതി സ്നേഹം നടത്തുന്നത് ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയില്ല. ശ്രീ മോഹൻകുമാർ അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ പ്രകൃതിക്ക് വേണ്ടി വിട്ടുകൊടുത്തിരിക്കുകയാണ്. അദ്ദേഹം ഇപ്പൊ ജൂൺ 5-ന് ധാരാളം സ്ഥലങ്ങളിൽ അദ്ദേഹം ഓടി നടന്ന് ഓരോ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ സോക്കോൾഡ് വ്യാപാരികളുണ്ട്, പ്രകൃതി വ്യാപാരികളുണ്ട്. ഈ കപ്പൽ ഇവിടെ എങ്ങാനും മുങ്ങിയിരുന്നതെങ്കിൽ ആ കപ്പലിനെയും ആ കമ്പനിയെയും അടച്ചുപൂട്ടി അറസ്റ്റ് ചെയ്ത് തുറുങ്കിലടയ്ക്കുമായിരുന്നു. നമ്മുടെ MSCക്കെതിരെ ഇവിടെ നടന്ന ആക്രമണം അതാണ്. ഒരു കാലത്തുമില്ലാതെ ഈ വിഴിഞ്ഞം തുറമുഖം പ്രവർത്തനക്ഷമമായതുകൊണ്ട് 5-6 കപ്പലുകൾ തീരക്കടലിലൂടെ പോയി, അതിലൊരു കപ്പൽ മുങ്ങി. നായനാർ പറയുന്നത് പോലെ ലോകത്ത് ഇത് സ്ഥിരം ഏർപ്പാടാണ്, ചായ കുടിക്കുന്ന പോലെയാണ്. അവിടെ മുങ്ങും, ഇവിടെ മുങ്ങും, അവിടെ തീ പിടിക്കും, ഇവിടെ തീ പിടിക്കും. ഈ കപ്പലും തീ പിടിച്ചിട്ടാണ്. The vessel MSV Haji Ali, Indian flagged vessel ആണ്. The vessel MSV Haji Ali was carrying the animals from Barbara. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, വിവാദമായ എത്യോപ്യയ്ക്ക് അവസാന അഭയം ലഭിക്കാൻ സാധ്യതയുള്ള ഒരു പോർട്ടാണ് ബാർബറ. സൊമാലിലാൻഡ്, സൊമാലിയയിൽ നിന്ന് വേർപെട്ട് നിൽക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രദേശമാണ് സൊമാലിലാൻഡ്. അവിടുത്തെ പോർട്ടാണ് ബാർബറ. ഫ്രം ബാർബറ ഇൻ സൊമാലിയ ടു ഷാർജ ഇൻ ദ UAE. ഷാർജ എന്ന് പറയുന്ന പോർട്ടിലോട്ട് പോകുന്ന വഴിക്കാണ് തീ പിടിച്ച് കപ്പൽ മുങ്ങിയത്. വെൻ എ ഫയർ ബ്രോക്ക് ഔട്ട് ഓൺ ബോർഡ് ദ ഷിപ്പ് ലേറ്റർ സാങ്ക്. ഒമാന്റെ തീരത്ത് വെച്ചിട്ടാണ് കപ്പൽ മുങ്ങിയത്. ഇപ്പൊ കപ്പൽ അപകടങ്ങൾ ലോകം മുഴുവൻ പതിവാണ്. ഈ വാർത്തകളൊക്കെ വായിച്ചു പോകുമ്പോൾ പല ഭാഗങ്ങളിലും മിക്കവാറും ഒരു ആക്സിഡന്റ് അല്ലെങ്കിൽ മുങ്ങൽ നിത്യസംഭവമാണ്. അങ്ങനെയുള്ള സംഭവത്തിന് നമ്മുടെ റോഡിൽ വാഹനം ഓടിക്കുന്നു, എന്താണ് വാഹനം കൂട്ടിയിടിക്കുന്നു, ആളുകൾ മരിക്കുന്നു, എന്താണ് നഷ്ടപരിഹാരം?
ഉടനെ ആ വാഹനം പിടിച്ച് അറസ്റ്റ് ചെയ്ത് അകത്ത് വെക്കലാണോ? ആദ്യ നടപടി ഓടിച്ച ആൾക്ക് ലൈസൻസ് ഉണ്ടായിരുന്നു, ഇൻഷുറൻസ് ഉണ്ടായിരുന്നു. പിന്നെ എന്താണ്? കേസാണ്. MACT, മോട്ടോർ ആക്സിഡന്റ് ക്ലെയിം ട്രിബ്യൂണലിലോട്ട് പോവുകയാണ്. വർഷങ്ങളെടുത്ത് കേസ് നടത്തി ഇൻഷുറൻസ് കമ്പനി നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും. പരിഷ്കൃത സമൂഹം അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ റോഡിൽ നമ്മൾ ഒരുപാട് കാലമായിട്ട് പയറ്റി തെളിഞ്ഞത് കാരണം നമ്മൾ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കി. അതാണ് ഒരു അപകടമുണ്ടായാൽ സ്വീകരിക്കേണ്ട മാർഗമെന്ന് മിക്കവാറും എല്ലാ മനുഷ്യർക്കും അറിയാം. ഇതേ നിയമമാണ് കടലിലും ആപ്ലിക്കബിൾ. കടലിൽ കപ്പലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപകട സാധ്യതയുണ്ട്, അപകടങ്ങൾ ഉണ്ടാവും. എന്താണ് പരിഹാരം? ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുക. കപ്പലുകൾക്ക് ഇൻഷുറൻസ് ഉണ്ട്. ഇൻഷുറൻസ് ഇല്ലാത്ത കപ്പലാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അറസ്റ്റ് ചെയ്ത് ഇവിടെ വെക്കാം. ഇവിടെ കപ്പലിന് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ അതിന്റെ ഡാമേജ് മുഴുവൻ തരാൻ ഇൻഷുറൻസ് കമ്പനികൾ ബാധ്യസ്ഥരാണ്. അതിനുവേണ്ടിയുള്ള കേസ് നടത്തി നമ്മൾ ചെയ്യണം. അല്ലാതെ ഉടനെ കപ്പലിനെ അറസ്റ്റ് ചെയ്ത് പിടിച്ചിടുക, അല്ലെങ്കിൽ അത് സഹോദര കപ്പലുകളെ അറസ്റ്റ് ചെയ്തിടുക, ദിവസങ്ങളും മാസങ്ങളോളം ഇട്ട് പീഡിപ്പിക്കുക. ഇപ്പോഴത്തെ MSCയുടെ ജീവനക്കാരെ അറസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിന് കോടതി തന്നെ വിമർശിക്കുന്നു. സെയിലിംഗ് കമ്പനി വിഷയം ടേക്കപ്പ് ചെയ്ത് DG ഷിപ്പിംഗുമായി കറസ്പോണ്ടൻസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ വിഷയത്തിൽ ഇടപെട്ട് പരിഹാരം ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറയുന്ന തരത്തിൽ സെയിലിംഗ് കമ്പനിയും ഈ വിഷയത്തിൽ ഇടപെട്ടു. അപ്പോ ഒരു പരിഷ്കൃത സമൂഹം ചെയ്യേണ്ടത് നിയമപരമായ മാർഗങ്ങൾ സ്വീകരിക്കുകയാണ്, അല്ലാതെ അറസ്റ്റും വക്കാലത്തും ജാമ്യവും അല്ല എന്നുള്ളത് ഇനിയെങ്കിലും മനസ്സിലാക്കി കൂടുതൽ കപ്പലുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഏത് തുറമുഖമായാലും കൂടുതൽ കപ്പലുകൾ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അത്തരം ഒരു സമീപനമാണ്, ഒരു പരിഷ്കൃത സമീപനമാണ് നമ്മൾ ഗവൺമെന്റ് നിയമ സംവിധാനങ്ങൾ സ്വീകരിക്കേണ്ടത്. കടലിൽ പെട്ടുപോയ ജീവജാലങ്ങളെ കുറിച്ചാണല്ലോ ഒരു താരതമ്യത്തിന് അവസരം നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. നമ്മുടെ തുറമുഖത്തെ നശിപ്പിക്കുവാൻ കടലിലെ ജീവജാലങ്ങളെയും ഫ്ലോറ ആൻഡ് ഫോണയെയും എങ്ങനെ ഉപയോഗപ്പെടുത്തി, എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്തു. എഗെയിൻ നായനാരുടെ ഒരു ഉദാഹരണം എടുക്കാനാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അദ്ദേഹം പറയാറുണ്ട്, ഒരു സ്റ്റോറി എങ്ങനെ ട്വിസ്റ്റ് ചെയ്യണമെന്ന് എനക്കറിയോടോ, അതാണ് അദ്ദേഹത്തിന്റെ സ്ലാങ്. ഒരു വിഷയം എങ്ങനെ വളച്ചൊടിച്ച് സർക്കാരിനെതിരെ തിരിച്ചുവിടണം. കേരളാവധിയിൽ ഒളിവുകാലത്ത് ജേർണലിസ്റ്റ് ആയിരുന്ന ആളാണ് നായൻ. അദ്ദേഹം പറയാറുണ്ട്, എനിക്ക് ഈ ട്വിസ്റ്റ് എങ്ങനെ നടത്താമെന്നറിയാമോ. ഞങ്ങൾ അദ്ദേഹത്തിന്റെ ക്യാബിനറ്റ് ബ്രീഫിങ്ങിലൊക്കെ പോയി തമാശകൾ ഒരുപാട് ആസ്വദിച്ച ആളുകളാണ്. അതുപോലെയാണ് ഇവിടെ നമ്മുടെ കടലടിത്തട്ടിനെ ട്വിസ്റ്റ് ചെയ്ത് ഒരു 15 കൊല്ലം മുമ്പാണെന്ന് തോന്നുന്നു ഏഷ്യാനെറ്റിൽ വന്ന റിപ്പോർട്ട് പലതവണ സെയിലിംഗ് കമ്പനി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ മുഴുവൻ പച്ചപ്പാണ്, മുഴുവൻ പവിഴപ്പുറ്റുകളായിരുന്ന ഓരോ പ്രദേശത്താണ് ഉഴുതുമറിച്ച് ഹിറോഷിമ നാഗസാക്കി ആക്കിയെന്ന വ്യാജ അന്റാർട്ടിക്കയിലോ ആർട്ടിക്കിലെയോ ലക്ഷദ്വീപിലെയോ മാൽദീവ്സിലെ എവിടത്തെയോ അണ്ടർ വാട്ടർ ഫോട്ടോഗ്രാഫി എടുത്തു. ഞങ്ങളിപ്പോൾ ചലഞ്ച് ചെയ്തു, നിങ്ങൾ അതിന്റെ ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് തരിക, അതിന്റെ കോർഡിനേറ്റ്സ് തരിക, നമുക്ക് പരിശോധിക്കാം. ഇന്ന് വരെ 15 വർഷമായിട്ട് ഈ ചലഞ്ച് ഇപ്പോഴും എയറിൽ നിൽപ്പോണ്ട് ഒരാളും അഡ്രസ് ചെയ്തിട്ടില്ല. ഈ 15 വർഷം മുമ്പ് നമ്മുടെ വിഴിഞ്ഞത്തിന്റെ അടിത്തട്ട് കാണാമല്ലോ, പച്ചയാണെന്ന് പറഞ്ഞവർ സ്വയം അപഹാസ്യരായി മാറുന്ന തരത്തിൽ ഈ ദിവസങ്ങളിൽ ഒരു വെബ്സൈറ്റ് ഉദ്ഘാടനം ചെയ്യുകയാണ്. അതിനുവേണ്ടി നമ്മുടെ തുറമുഖത്തിന്റെ തൊട്ടപ്പുറത്ത് പുതിയ തുറ എന്ന് പറയുന്ന ഗ്രാമത്തിലെ ഒരു കടലടിത്തട്ടിന്റെ ഫോട്ടോ അവർ കാണിക്കുന്നുണ്ട്. അണ്ടർ വാട്ടർ ഷൂട്ടിങ്ങും കച്ചവടവുമാണ് ഇപ്പോഴും ഈ സംഘടനയുടെ പ്രധാന ദൗത്യവും വരുമാനവും എന്നിരിക്കെ ആ തെളിവ് നമുക്ക് വളരെ പ്രയോജനം ചെയ്യുന്ന തെളിവാണ്. 15 വർഷത്തിനിപ്പുറം ഒരു തുറമുഖവുമില്ല, ഒരു ഡ്രഡ്ജിങ്ങും ഇല്ലാത്ത ഒരു കടലടിത്തട്ട് എങ്ങനെ ഇരിക്കുന്നെന്ന് സൂക്ഷിച്ചു നോക്കുക. അവിടെ ഒന്നുമില്ലായതുകൊണ്ട്, വെറും മണലായതുകൊണ്ട് ആർട്ടിഫിഷ്യൽ റീഫ്, ഈ ട്രയാങ്കിൾ ഷേപ്പിലുള്ള കോൺക്രീറ്റ് വാർത്ത് കടലിൽ കൊണ്ടിടുന്ന പരിപാടിയുണ്ട്. അങ്ങനെ ഒരു സ്ട്രക്ചർ അവിടെ കിടക്കുകയാണ്. അതിന്റെ പരിസരത്ത് എന്തെങ്കിലും ഒരു പുല്ലെങ്കിലും വളരുന്നുണ്ടോ, ഒരു പുൽക്കൊടിയെങ്കിലും വളരുന്നുണ്ടോ? ഇതാണ് തലസ്ഥാനത്തെ കടലിന്റെ അടിത്തട്ട്. ഇത് സാക്ഷ്യപ്പെടുത്തുന്ന ഒരു അതുല്യ KV എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ട്. അണ്ടർ വാട്ടർ ഡൈവിങ്ങും ഷൂട്ടിങ്ങും ഒക്കെ നടത്തുന്ന, എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഏക പെൺകുട്ടിയാണെന്ന് അവർ ഒരു അഭിമുഖത്തിൽ പറയുന്നത് കേട്ടു. അവരെ സാക്ഷ്യപ്പെടുത്തുന്നു, കോവളം ഭാഗത്ത് ഒരു പച്ചപ്പുമില്ല. ഇത് നേരത്തെ തന്നെ സെയിലിംഗ് കമ്പനിയുടെ സുഹൃത്ത് ജാക്സൺ, സ്കൂബ ഡൈവിങ്ങിന്റെ സ്കൂൾ നടത്തുന്ന ജാക്സൺ ഇത് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു പച്ചപ്പുമില്ല, ഒരു പുണ്ണാക്കുമില്ല. ഇല്ലാത്ത കഥ പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിക്കാൻ 15 വർഷം മുമ്പെടുത്ത പച്ചപ്പും 15 വർഷം കഴിഞ്ഞ് ഇപ്പോൾ എടുത്തിരിക്കുന്ന അണ്ടർ വാട്ടർ ഫോട്ടോഗ്രാഫിയും യഥാർത്ഥത്തിൽ ഇവരുടെ പൊള്ളത്തരം തുറന്നു കാണിക്കുകയാണ്.